Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളെ ചാപ്റ്റർ 2-ലെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന യൂണിറ്റ് ആയിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. The aims of health education is to help people to achieve health by their own action and effort. സ്വന്തം പ്രവർത്തനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും ഹെൽത്ത് നേടാൻ ആളുകളെ സഹായിക്കുക എന്നതാണ് എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ടുള്ള എയിംസും വാല്യൂസും. എന്താണ്? ദ എയിംസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ ടു അച്ചീവ് ഹെൽത്ത് ബൈ ദെയർ ഓൺ ആക്ഷൻ ആൻഡ് എഫേർട്ട്. സ്വന്തം പ്രവർത്തനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും ഹെൽത്ത് നേടാൻ ആളുകളെ സഹായിക്കുക എന്നതാണ് എന്ത് health education aims and values. It is concerned with various systems of body, mental hygiene, appropriate nutrition, infection and immunity, safety and first aid. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ വിവിധ സംവിധാനങ്ങളായിട്ടുള്ള മെൻ്റൽ ഹൈജീൻ, അതുപോലെ തന്നെയാണ് ന്യൂട്രീഷൻസ്, ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂണിറ്റി, ഫസ്റ്റ് എയ്ഡ്, ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എന്താണ് എയിംസും വാല്യൂസാണ്. ഏതൊക്കെയാണ്? മെൻ്റൽ ഹൈജീൻ, അപ്ലൈഡ് ന്യൂട്രീഷൻ, ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി, ഫസ്റ്റ് എയ്ഡ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കലും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസാണ്. ഇറ്റ് പ്രൊവൈഡ്സ് നോളജ് അബൌട്ട് വൈസ് യൂസ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഒരു ജ്ഞാനപൂർവ്വമായിട്ടുള്ളൊരു അറിവ് കൊടുക്കുക എന്നുള്ളതും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസാണ്. ഓക്കെ, ക്ലിയർ? ഇൻ അഡീഷൻ ടു പേഴ്സണൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വ്യക്തിഗത ആരോഗ്യത്തിന് പുറമെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ. It includes environmental sanitation for ensuring safe food and water, clean air, protection against pollution, disposal of waste, etc. അതായത് ശുദ്ധമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, ശുദ്ധവായു, അന്തരീക്ഷ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെയാണ് നമ്മുടെ പരിസ്ഥിതി എങ്ങനെയൊക്കെയാണ് ഹൈജീനിൽ കൊണ്ടുപോവുക, വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കലും നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസാണ്. It is also concerned with the proper nutrition, identification, prevention and control of communicable diseases, immunization, promotion of maternal and child health, proper community attitudes towards health and diseases and knowledge of various health agencies in the society. അതായത് നമ്മൾ ശരിയായിട്ടുള്ള പോഷകാഹാരം തിരിച്ചറിയൽ, സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ്, പ്രതിരോധ ശേഷി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചൊരു അവയർനെസ്, അതുപോലെ നമ്മുടെ മാതൃശിശു ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കൽ, നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിലുള്ള ഏതൊക്കെ ആരോഗ്യ ഏജൻസികളാണ് ഉള്ളത് എന്നുള്ളതൊരു അവയർനെസ് കൊടുക്കൽ, ഇതെല്ലാം എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസിലും വാല്യൂസിലും പെട്ട ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. സെക്കൻഡ് പോയിന്റ് ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഹെൽത്ത്. തേർഡ് പോയിന്റ് ടു ടേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഫോർത്ത് പോയിന്റ് ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഫിഫ്ത്ത് പോയിന്റ് ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. സിക്സ്ത് പോയിന്റ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾസ്. നെക്സ്റ്റ് നമുക്ക് ഓരോ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇറ്റ് എയിംസ് അറ്റ് ഹെൽത്തിങ് ദ പീപ്പിൾസ് ആൻഡ് ദ ടീച്ചേഴ്സ് വിത്ത് ദ ഫംഗ്ഷൻ ഓഫ് ദ ബോഡി, റൂൾസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആൻഡ് ദ പ്രിക്കോഷണറി മെഷേഴ്സ് ഫോർ വാർണിംഗ് ഓഫ് ഡിസീസസ്. അതായത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരോഗ്യ ഹൈജീൻ നിയമങ്ങളെക്കുറിച്ചും രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒഴിവാക്കുവാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസും. ഇറ്റ് ഈസ് ബി നോട്ടീസ് ഓഫ് ദ പീപ്പിൾസ് ബാഡ് ഹാബിറ്റ് ആൻഡ് ഹൈജീനിക് വേ ലിവിംഗ്, അഡിക്ഷൻ ടു സ്മോക്കിംഗ് ആൻഡ് ലിക്വർ, സച്ച് അൺഹെൽത്തി പ്രാക്ടീസസ് റിസൾട്ട് ഇൻ ഇവിൽ കോൺസിക്വൻസ്. അതായത് ബാഡ് ഹാബിറ്റിൻ്റെ യൂസേജ് മൂലം നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മളെങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കലും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസിലും വാല്യൂസിലും പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക.
It helps the school authority to keep a certain norms of health in the school. A number of programs of good health develop in the pupils sufficient habits of hygienic living and hygienic surroundings such as cleanliness, etc. അതായത് സ്കൂളുകളിൽ ആരോഗ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ അതോറിറ്റീസ് എന്ത് ചെയ്യുക, ഹെൽത്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഡേയ്സ്, വീക്കിലി ഒരു ഡേയ്സ് എന്ത് ചെയ്യുക, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതെന്ത് ചെയ്യുക, അങ്ങനെ ഹെൽത്ത് പ്രോഗ്രാം ആയാലും അല്ലെങ്കിൽ സ്കൂളുകളിലെ ഹൈജീൻ്റെ കാര്യമായാലും എന്ത് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, തുടർന്ന് കൊണ്ടുപോവുക. ഓക്കെ, എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ. ആ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മൾ 6 പോയിൻറ്റ്സ് പറഞ്ഞു. അതിൽ നമ്മൾ 2 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.